നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മാവോയിസ്റ്റുകളുടെ അടുത്ത ലക്ഷ്യം കേരള പോലീസ്. നിലമ്പൂർ ടൊട്ടക്കലിൽ മാവോയിസ്റ്റ് പരിശീലനം ആക്രമണ പദ്ധതിയെന്ന് കേന്ദ്ര ആഭ്യന്തര സുരക്ഷാ വിഭാഗം. നിലമ്പൂർ, അട്ടപ്പാടി, വയനാട് വനമേഖലകളിൽ റെഡ് അലർട്ട്. വയനാട്ടിലെ ബിവറേജ് വിരുദ്ധ സമരം കർണാടക വ്യാജ മദ്യ ലോബിയുടെ പ്രേരണയിൽ. കർണാടക അതിർത്തിയിൽ വിഷമദ്യ വിൽപ്പന സജീവം, ആദിവാസികൾ ഇരകൾ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വയനാട് ജില്ലാ ക്യാമ്പിന് സമാപനം. പങ്കെടുത്തത് 700 കേഡറ്റുകൾ. പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് വയനാട് SP രാജ്പാൽ മീണ. കബനി അതിർത്തി ഗ്രാമങ്ങൾക്ക് കണ്ണീർ ചാലായി. നിറവെള്ളത്തിൽ മീൻ പിടിച്ച കബനിയിൽ ഇപ്പോൾ കരിമ്പാറക്കെട്ടുകൾ മാത്രം. നിറനദി ഓർമ്മയാകുന്നു. കാത്തിരിപ്പിനൊടുവിൽ ബാഹുബലി വീണ്ടും വന്നു. വയനാട്ടിലും വമ്പൻ റിലീസ്. നാളെ അന്താരാഷ്ട്ര നൃത്തദിനം. നൃത്തത്തിന് ബാല്യകൗമാരങ്ങൾ സമർപ്പിച്ച് മൂലങ്കാവ് ശ്രീരാഗത്തിലെ ദേവനന്ദ. എഡിറ്റേഴ്സ് ചോയ്സ്. മാവോയിസ്റ്റുകളുടെ അടുത്ത ലക്ഷ്യം കേരള പോലീസ്. നിലമ്പൂർ കാടുകളിലെ ടൊട്ടക്കലിൽ മാവോയിസ്റ്റുകൾ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിൽ പോലീസ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ടൊട്ടക്കൽ ക്യാമ്പിന് ചുറ്റും മാവോവാദികൾ കുഴിബോംബുകൾ പാകിയതായി വിവരം. വൻ ആയുധശേഖരവുമായി സായുധ പരിശീലനം നേടിയ 90ഓളം മാവോയിസ്റ്റുകൾ ടൊട്ടക്കലിൽ പരിശീലനം നടത്തുന്നതായി കേന്ദ്ര ആഭ്യന്തര സുരക്ഷാ വിഭാഗം അറിയിച്ചു. ഉൾക്കാടുകളിൽ കയറരുതെന്ന് ആദിവാസികൾക്ക് മാവോയിസ്റ്റ് നിർദ്ദേശം നൽകി. മലപ്പുറം SI, DYSP, CI എന്നിവർക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. നിലമ്പൂർ, അട്ടപ്പാടി, വയനാട് വനമേഖല എന്നിവിടങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. കാളികാവ് ടൊട്ടക്കല്ലിൽ കുഴിബോംബുകൾ സ്ഥാപിച്ചതായി ആദിവാസികൾക്ക് മാവോയിസ്റ്റുകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2 മാവോയിസ്റ്റ് നേതാക്കൾ വെടിവയ്പിൽ മരിച്ച നിലമ്പൂർ പൂക്കോട്ടുപാടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ടൊട്ടക്കല്ലിൽ വനത്തിനകത്ത് മാവോയിസ്റ്റുകൾ 2 ടെന്റുകൾ സ്ഥാപിച്ചതായും കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകി. ഛത്തീസ്ഗഡിൽ 24 CRPF ജവാന്മാരെ വധിച്ച് പിടിച്ചെടുത്ത വൻ ആയുധശേഖരം ടൊട്ടക്കല്ലിൽ എത്തിച്ചിരിക്കാനുള്ള സാധ്യത ഇന്റലിജൻസ് അറിയിച്ചിട്ടുണ്ട്. പരമാവധി ശക്തി സംഭരിച്ച് തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വയനാട് അതിർത്തിയിലെ നിലമ്പൂർ കാടുകളിൽ മാവോയിസ്റ്റുകൾ വീണ്ടും സന്നാഹങ്ങൾ ഒരുക്കുന്നതെന്നാണ് കേന്ദ്ര മുന്നറിയിപ്പ്. വേനൽക്കാലം തീരുന്നതിന് മുമ്പ് പ്രതികാര നടപടി ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. നിലമ്പൂരിൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടിക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാനും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുഴിബോംബ് വിന്യസിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ കാടുകളിൽ തെരച്ചിൽ നടത്താനും പോലീസിന് ബുദ്ധിമുട്ടാണ്. 6 മാസം മുമ്പാണ് മാവോയിസ്റ്റ് നേതാക്കളായ കുപ്പു ദേവരാജനും അജിതയും നിലമ്പൂർ വരയൻ മലയിൽ വെടിവയ്പിൽ മരിച്ചത്. തുടർന്ന് ഛിന്ന ഭിന്നമായിരുന്ന പ്രധാന പ്രവർത്തകർ ടൊട്ടക്കലിൽ കേന്ദ്രീകരിച്ച് പ്രതികാരത്തിന് തയ്യാറെടുപ്പ് നടത്തുന്നതായാണ് വിവരം. ഛത്തീസ്ഗഡിൽ നിന്നെത്തിയവർ പരിശീലനം നൽകുന്നതായാണ് അനുമാനിക്കുന്നത്. നിലമ്പൂർ വനങ്ങളിൽ നിന്ന് വയനാട്, ബത്തേരി, ചെട്ടിയാലത്തൂർ കാടുകളിലേക്ക് മാവോയിസ്റ്റുകൾ രഹസ്യ ഇടനാഴി നിർമ്മിച്ചതായി നേരത്തെ വിവരമുണ്ടായിരുന്നു. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. ജില്ലയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടിയത് കർണാടകയിലെ വ്യാജ മദ്യ ലോബിയെ സഹായിക്കാനെന്ന ആരോപണം ശക്തമാകുന്നു. മാനന്തവാടി ബെവ്കോ ഔട്ട്ലെറ്റ് വിരുദ്ധ സമരക്കാർക്ക് ഫണ്ട് നൽകുന്നതും കർണാടകയിലെ മദ്യമുതലാളിമാരാണെന്ന് ആക്ഷേപം. വയനാട്ടിൽ പനമരം, കൽപ്പറ്റ ബെവ്കോ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടി മദ്യലഭ്യത ഇല്ലാതാക്കിയത് കർണാടക അതിർത്തിയിലെ കുട്ട, ബാവലി എന്നിവിടങ്ങളിലെ അനധികൃത ബാറുകളെയും വ്യാജ മദ്യ ലോബികളെയും സഹായിക്കാനെന്നാണ് പുറത്തുവരുന്ന വിവരം. വയനാട്ടിൽ മദ്യലഭ്യത കുറഞ്ഞ സാഹചര്യവും കർണാടക അതിർത്തിയിൽ വ്യാജമദ്യം സുലഭമാവുകയും ചെയ്ത സാഹചര്യവും അന്വേഷിക്കാൻ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്കും വയനാട് ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുണ്ട്. മാനന്തവാടി നഗരസഭയിലെയും ചുറ്റുപാടുള്ള 10ഓളം പഞ്ചായത്തുകളിലെയും മദ്യ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ആശ്രയിക്കാനുള്ളത് മാനന്തവാടി ബെവ്കോ ഔട്ട്ലെറ്റിനെയാണ്. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കൽപ്പറ്റ, പനമരം വിൽപ്പന കേന്ദ്രങ്ങൾക്ക് പൂട്ട് വീണതോടെ മാനന്തവാടിയിൽ തിരക്കും തിക്കും ക്രമസമാധാന പ്രശ്നവുമായിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടേണ്ട സ്ഥിതിയാണ്. അസാധാരണമായ തിരക്ക് കാരണം മദ്യ ഉപയോക്താക്കൾ കർണാടക അതിർത്തിയായ കുട്ടത്തേക്കും ബാവലിയിലേക്കും പോവുകയാണ്. കുട്ടത്ത് കർണാടക വക ഒട്ടേറെ ബാറുകളും മദ്യവിൽപ്പനശാലകളുമുണ്ട്. ബാവലിയിൽ അനധികൃത ബാറുകളാണ് പ്രവർത്തിക്കുന്നത്. അതിർത്തിയിൽ വില കുറഞ്ഞ വ്യാജ വിദേശ മദ്യവും സുലഭമാണ്. ആദിവാസികളാണ് ഇതിന്റെ പ്രധാന ഇരകൾ. ചുരുങ്ങിയ വിലയ്ക്ക് ലഹരി കൂടുതലുള്ള തരംതാണ വ്യാജമദ്യം കിട്ടുമെന്നതാണ് ആദിവാസികളടക്കം നിരവധി ആളുകളെ കർണാടക അതിർത്തിയിലേക്ക് പായിക്കുന്നത്. കബനി തീരം വഴി കർണാടകയിൽ എത്തുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഉപഭോക്താക്കൾ വില കുറഞ്ഞ മദ്യത്തിനായി കുട്ടത്തും ബാവലിയിലും എത്തുന്നുണ്ട്. കൊള്ളക്കച്ചവടമാണ് അതിർത്തി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. വില കുറഞ്ഞ സ്പിരിറ്റിൽ നിറങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വ്യാജ വിദേശ മദ്യം ഫ്രൂട്ടി പാക്കറ്റുകളിൽ ഇവിടെ ലഭ്യമാണ്. വ്യാജ വാറ്റ് നടത്തിയുണ്ടാക്കുന്ന പാക്കറ്റ് ചാരായവും സുലഭം.
ആദിവാസി ജനത കൂടുതലായുള്ള വടക്കേ വയനാട്ടിൽ ആകെയുള്ള മാനന്തവാടി ബെവ്കോ അടപ്പിക്കാൻ മാസങ്ങളായി നടക്കുന്ന സമരം സ്പോൺസർ ചെയ്യുന്നത് കർണാടക അതിർത്തിയിലെ മദ്യലോബിയാണെന്ന് ഇതിനകം ആക്ഷേപമുയർന്നു കഴിഞ്ഞു. മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടിയത് ആദിവാസികളടക്കം തിങ്ങിത്താമസിക്കുന്ന വയനാടിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വയനാട് ന്യൂസ്. ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 13ാം പഞ്ചവത്സര പദ്ധതി ആസൂത്രണ വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ശശി അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് സുരേഷ് താളൂർ, പി വാസുദേവൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ശോഭൻകുമാർ, CR കറപ്പൻ, സീതാ വിജയൻ, ബീന വിജയൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. സാഹചര്യത്തിൽ ചില ലക്ഷ്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട്, ചില മിഷനുകൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും ജീവനോപാധി, അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഹരിത കേരള സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ രണ്ടാം തലമുറ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ആർദ്രം പോലെയുള്ള 4 മിഷനുകൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് 13ാം പഞ്ചവത്സര പദ്ധതിയെ ഏറ്റവും മഹത്താക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നാടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. മോട്ടോർ വാഹന മേഖലയിൽ പണിയെടുത്ത് ജീവിക്കുന്നവരോട് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് DMS മോട്ടോർ തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അടുത്ത മാസം 3-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. മാർച്ചിന് മുന്നോടിയായി BMS ജില്ലാ സെക്രട്ടറി PK മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് മാനന്തവാടിയിൽ തുടക്കമായി. ആ 10 ആവശ്യങ്ങളിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോൾ 2 ആവശ്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം നടത്തിയത്. ആ സമരം നടക്കുമ്പോൾ ഭാരതീയ മസ്ദൂർ സംഘത്തിന് ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വം BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി R രഘുരാജ് ജാഥ ഉദ്ഘാടനം ചെയ്തു. LDF വരും, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി സർക്കാർ സ്വന്തം പാർട്ടിയെപ്പോലും ശരിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണെന്നും പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇന്നുവരെ KSRTCയിൽ കൃത്യമായ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണത്തിന് ശേഷം ജാഥ ഇന്ന് വൈകുന്നേരം വടുവഞ്ചാലിൽ സമാപിക്കും. വയനാട് ന്യൂസ്, മാനന്തവാടി. കണിയാമ്പറ്റയിൽ കൃഷിയിടത്തിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ ബത്തേരി തൊവരിമല സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. ഇയാൾ നട്ടുവളർത്തിയ 4 കഞ്ചാവ് ചെടികൾ എക്സൈസ് പിടിച്ചെടുത്തു. കാപ്പിത്തോട്ടത്തിലെ ഷെഡിനോട് ചേർന്ന് ചാക്കിൽ മണ്ണ് നിറച്ചാണ് ചെടികൾ വളർത്തിയത്. യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത വീട്ടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അമ്മയും 2 പെൺകുട്ടികളും. ബത്തേരി ഓടപ്പള്ളം കവല പഴുക്ക കോളനിയിലെ പ്രീതയും 2 മക്കളുമാണ് ദുരിത ജീവിതം നയിക്കുന്നത്. വൈദ്യുതിയും വഴിയുമില്ലാത്ത ഈ കുടുംബത്തിന് റേഷൻ കാർഡുമില്ല. കോളനിയിലെ 5 സെന്റ് ഭൂമിയിൽ തകർച്ചയെ നേരിടുന്ന വീടിനുള്ളിലാണ് ഈ 3-അംഗ കുടുംബത്തിന്റെ ജീവിതം. ഇവരുടെ ഭർത്താവ് 7 വർഷം മുമ്പ് മരിച്ചു. ഇതോടെ ഈ കുടുംബത്തിന്റെ ദുരിത ജീവിതവും ആരംഭിച്ചു. ഭർത്താവിന്റെ അമ്മയുടെ പേരിലാണ് നിലവിൽ ഇവർ താമസിക്കുന്ന വീടും സ്ഥലവും. ഇക്കാരണത്താൽ തന്നെ വയറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഓണർഷിപ്പ് ലഭിക്കാത്തതിനാൽ വൈദ്യുതി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ലെന്നാണ് കുടുംബം പറയുന്നത്. ഇതോടെ വൈദ്യുതി എന്ന സ്വപ്നം ഇപ്പോഴും വിദൂരമായിരിക്കുകയാണ് ഇവർക്ക്. 8ലും 10ലുമാണ് ഈ 2 പെൺകുട്ടികൾ പഠിക്കുന്നത്. ഇവരുടെ പഠനം മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലുമാണ്. വീട് ഇവരുടെ പേരിലല്ല എന്നതിനാൽ റേഷൻ കാർഡും ഇവർക്കില്ല. വീട്ടിലേക്ക് എത്തണമെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുകൂടി വേണം. പ്രീത കൂലിപ്പണിയെടുത്താണ് കുടുംബം പോറ്റുന്നത്. പലപ്പോഴും പട്ടിണിയിലുമാണ് ഈ കുടുംബം. ഇവരുടെ ദയനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ 3-അംഗ കുടുംബം. വീട് ഇപ്പോൾ അമ്മയുടെ പേരിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വീട് എൻ്റെ പേരിലല്ലാത്ത പഞ്ചായത്തിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് ഓണർഷിപ്പ് ഒന്നും കിട്ടാത്ത കാരണം കറണ്ടായിട്ടില്ല, കറണ്ട് കണക്ഷനില്ല. പഠിക്കുന്ന 2 പെൺകുട്ടികളുള്ളത് കാരണം അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൂത്ത മകൾ ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുകയാണ്. അവളെ തുടർന്നുള്ള പഠനം വരെ ഈ റേഷൻ കാർഡ് ഇല്ലാത്ത കാരണം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇപ്പം കൂലിപ്പണി എടുത്തിട്ട് കറണ്ടില്ല, റേഷൻ കാർഡില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒരു വെള്ളമോ വീടിൻ്റെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോർന്ന് ഇതൊക്കെ ഇവിടെ വയലായത് കാരണം നന്നായിട്ട് വെള്ളം കയറും. ചെറിയ മോൾക്ക് ചെറിയൊരു അസുഖത്തിൻ്റെ ഒരു വാദത്തിൻ്റെ ഒരു ഇതൊക്കെ ഉള്ള കാരണം തണുപ്പായി കഴിഞ്ഞാൽ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തിനും റേഷൻ കാർഡാണ് ചോദിക്കുന്നത്. ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട്. അവിടെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്കൂളിൽ നിന്ന് തന്നെ മുടങ്ങിപ്പോയിട്ടുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വയനാട് ജില്ലാ സമ്മർ ക്യാമ്പ് സമാപിച്ചു. മാനന്തവാടി പയ്യമ്പള്ളി സെന്റ് കാത്തറിൻസ് ഹയർ സെക്കൻഡറിയിൽ സംഘടിപ്പിച്ച 7ാമത് വാർഷിക ക്യാമ്പിൽ 700 കേഡറ്റുകൾ പങ്കെടുത്തു.
പാസിംഗ് ഔട്ട് പരേഡിൽ ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണ അഭിവാദ്യം സ്വീകരിച്ചു. പടിഞ്ഞാത്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സായി ശശികുമാർ നയിക്കുന്ന, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷിഫാന ജാസ്മിൻ നയിക്കുന്ന മൂന്നാമത്തെ പ്ലട്ടൂൺ ഇപ്പോൾ ഡയസിന് മുന്നിലൂടെ. ക്യാമ്പിൽ PT പരേഡ്, വ്യക്തിത്വ വികസന പരിപാടികൾ, മുഖാമുഖം, നിയമപഠനം, കലാപരിപാടികൾ എന്നിവ ഉൾക്കൊള്ളിച്ചിരുന്നു. ക്യാമ്പിന് ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണ, JSPG ജയദേവ്, SPC ജില്ലാ നോഡൽ ഓഫീസർ TN സജീവ്, കൽപ്പറ്റ DYSP മുഹമ്മദ് ഷാഫി, VG കുഞ്ഞൻ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി, മാനന്തവാടി DFOമാരായ സുരേന്ദ്രനാഥ് വേളൂരി, ഷജ്ന കരീം, തലശ്ശേരി DYSP പ്രിൻസ് എബ്രഹാം എന്നിവർ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു. കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണ അഭിവാദ്യം സ്വീകരിച്ചു. Like I am feeling a little nostalgic at this occasion. The parade commander and their control is really like amazing. This project, the SPC project, definitely giving not only teaching the values which is required for the citizen to take our country forward, also giving discipline and confidence to the cadets. സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ VR പ്രവീജ് ഉദ്ഘാടനം ചെയ്തു. വയനാട് ന്യൂസ്, മാനന്തവാടി. കുരുമുളക് വില കുത്തനെ ഇടിയുന്നു. സാമ്പത്തിക പ്രയാസത്തിൽ നട്ടം തിരിഞ്ഞ ഗ്രാമീണ കാർഷിക മേഖല. വില വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ച് കുരുമുളക് സൂക്ഷിച്ചു വെച്ചവർക്ക് ഫലം നിരാശ. കറുത്തപൊന്നിന് കുത്തനെ വിലയിടിഞ്ഞത് ഗ്രാമീണ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31-ന് ശേഷം കുരുമുളക് വിലയിൽ വർധനയുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പ്രയാസങ്ങൾക്കിടയിലും കുരുമുളക് വിൽക്കാതെ സൂക്ഷിച്ചുവെച്ച കർഷകരാണ് ഇതോടെ വെട്ടിലായത്. കാപ്പി വിലയും സാരമായി കുറഞ്ഞിട്ടുണ്ട്. 64 രൂപയ്ക്കാണ് ഇപ്പോൾ വിൽപ്പന നടക്കുന്നത്. ഈ വർഷം തന്നെ 81 രൂപ വില വന്നിരുന്നതാണ്. വയനാട്ടിലെ കർഷകരുടെ പ്രധാന വരുമാനം കാപ്പിയിൽ നിന്നും കുരുമുളകിൽ നിന്നുമാണ് ലഭിക്കുന്നത്. തന്നാണ്ട് വിളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഞ്ചിക്കും വില തീരെ കുറവാണ്. ഇഞ്ചി പറിച്ചെടുക്കാനുള്ള കൂലി പോലും കിട്ടാത്തതിനാൽ കേടില്ലാത്ത ഇഞ്ചി മണ്ണിട്ട് മൂടുകയാണ് കർഷകർ ചെയ്യുന്നത്. ഈ വർഷം കശുവണ്ടിക്ക് മാത്രമാണ് ന്യായമായ വിലയുള്ളത്. കിലോഗ്രാമിന് 120 രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. എന്നാൽ കശുമാവ് കൃഷി ജില്ലയിൽ ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. ഈ വർഷം ഏപ്രിൽ 17-ന് 575 രൂപയുണ്ടായിരുന്ന 1 കിലോ കുരുമുളകിനാണ് കേവലം ഒരാഴ്ച കൊണ്ട് 100 രൂപ കുറഞ്ഞത്. ഈ സീസണിൽ തന്നെ 610 രൂപ വരെ വില വരികയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അനുദിനം വില കുറയുന്ന കാഴ്ചയാണ് കാണുന്നത്. 710 രൂപ വരെ കഴിഞ്ഞ വർഷം വരെ വിലയുണ്ടായിരുന്ന കുരുമുളകാണ് ഇപ്പോൾ കേവലം 475 രൂപയ്ക്ക് വിൽക്കേണ്ടി വരുന്നത്. വിയറ്റ്നാമിൽ നിന്ന് വൻതോതിൽ കുരുമുളക് ഇറക്കുമതി ചെയ്യുന്നതാണ് വിലത്തകർച്ചയ്ക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. എരിവ് കുറവാണെങ്കിലും കാണാൻ ഭംഗിയുള്ള വിയറ്റ്നാം കുരുമുളക് ഉത്തരേന്ത്യൻ വിപണി കീഴടക്കുമെന്നാണ് ആശങ്ക. കുടകിലും മറ്റും വലിയ തോതിൽ കുരുമുളക് വിപണിയിൽ എത്താതെ സൂക്ഷിച്ചിരിക്കുന്നതും വിപണിയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. നോട്ട് നിരോധനത്തോടെ താളം നഷ്ടമായ മലഞ്ചരക്ക് വിപണി ഇനിയും ഉണർന്നിട്ടില്ല. നോട്ട് ക്ഷാമം ഇപ്പോഴും ഗ്രാമീണ മേഖലകളിൽ രൂക്ഷമാണ്. പല ബാങ്ക് ശാഖകളിലും ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥ നിലവിലുണ്ട്. പണമെടുക്കാൻ പല ATMകളും കയറിയിറങ്ങണമെന്നതാണ് വസ്തുത. നോട്ട് ക്ഷാമവും മലഞ്ചരക്ക് വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. കറന്റ് അക്കൗണ്ട് ഉടമകൾക്ക് പ്രതിദിനം 2 ലക്ഷം രൂപ വരെ നൽകുന്നുണ്ട്. എന്നാൽ നല്ല നിലയിൽ വ്യാപാരം നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ തുക അപര്യാപ്തമാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം ഓൺലൈനായി തന്നെ മാറ്റി നൽകുകയാണ് വ്യാപാരികൾ ചെയ്യുന്നത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. തകർന്ന തരിപ്പണമായ മേപ്പാടി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ മുഖച്ഛായ മാറുന്നു. തറ ഇന്റർലോക്ക് പതിച്ച് വിസ്താരമാക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു. 24 ലക്ഷം രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നത്. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ മേപ്പാടിയുടെ ഹൃദയഭാഗത്തെ ബസ് സ്റ്റാൻഡ് ഏറെക്കാലമായി പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായിരുന്നു. 100 കണക്കിന് ബസ്സുകൾ നിത്യേന എത്തുന്ന സ്റ്റാൻഡ് സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണ്. സ്റ്റാൻഡിലേക്ക് കയറിയിറങ്ങുന്ന വഴിയടക്കം 20,000 ചതുരശ്ര അടി വിസ്താരമാണ് ഇപ്പോൾ ഇന്റർലോക്ക് ചെയ്ത് മോടി പിടിപ്പിക്കുന്നത്. പ്രവൃത്തി 1 മാസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ് വയനാട് ന്യൂസിനോട് പറഞ്ഞു. പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതോടെ മേപ്പാടി ബസ് സ്റ്റാൻഡ് ജില്ലയിലെ മികച്ച ബസ് സ്റ്റാൻഡുകളുടെ പട്ടികയിൽ ഇടം നേടും. പഞ്ചായത്തിന്റെ 16-17 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ പണം ഉപയോഗിച്ചുകൊണ്ടാണ് മേപ്പാടി ഗ്രാമീണത്തിലുള്ള ബസ് സ്റ്റാൻഡ് നവീകരണം 24 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. ആ പദ്ധതി വരുന്ന ബുധനാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വയനാട് ന്യൂസ്, മേപ്പാടി. ജലം ജീവജലം.
കബനി നദി അതിർത്തി ഗ്രാമങ്ങൾക്ക് കണ്ണീർ ചാലായി. ഇപ്പോഴത്തെ കൊടുംവേനലിൽ കാണുന്നത് വറ്റിവരണ്ട പുഴയുടെ ഇതുവരെയും കാണാത്ത മുഖമാണ്. എവിടെ നോക്കിയാലും പാറക്കെട്ടുകൾ മാത്രമായി മാറി കബനി നദി. കൊട്ടത്തോണി പോലും ഇറക്കാൻ വെള്ളമില്ലാതായതോടെ കബനി നദിയെ ആശ്രയിച്ച് മത്സ്യം പിടിച്ച് ജീവിച്ച നൂറുകണക്കിന് കുടുംബങ്ങൾ നിത്യ പട്ടിണിയിലായി. ബീച്ചനഹള്ളിയിൽ അണ കെട്ടിയതിനു ശേഷം നിറഞ്ഞുകിടന്ന കബനിയെ ആദ്യമായാണ് നാട്ടുകാർ ഇങ്ങനെ കാണുന്നത്. വേനലിലും അണക്കെട്ടിൽ നിറയെ വെള്ളമുണ്ടാകുമായിരുന്നു. മീൻപിടുത്തക്കാർ അക്കരെ ഇക്കരെ പോകാൻ കൊട്ടത്തോണിയെ ആശ്രയിച്ചിരുന്നു. എന്നാൽ കാൽപാദം പോലും നനയാൻ വെള്ളമില്ലാതെ കബനി നദി വറ്റി വരണ്ടതോടെ കേരള കർണാടക അതിർത്തി മേഖലയിലെ നിരവധി കുടുംബങ്ങളാണ് പുഴയിൽ നിന്ന് മത്സ്യം പിടിക്കാൻ കഴിയാതെ മറ്റു ജോലി തേടി പോകേണ്ട സ്ഥിതിയിലായത്. വെള്ളം വറ്റിയപ്പോഴാണ് പുഴയുടെ യഥാർത്ഥ രൂപം കാണാൻ കഴിഞ്ഞത്. മണൽ നിറഞ്ഞ അടിത്തട്ടിന് പകരം കൂർത്ത കല്ലുകൾ പോലുള്ള കരിമ്പാറ കൂട്ടങ്ങളും കുഴിയുമെല്ലാമായി കബനിയുടെ മറ്റൊരു മുഖം. മുമ്പ് പുഴയിൽ തണ്ടാടി വല കെട്ടിയായിരുന്നു മീൻപിടുത്തം. അക്കരെ ഇക്കരെ എത്തുന്ന വിധത്തിൽ കെട്ടിയിടുന്ന വലയിൽ കുടുങ്ങുന്ന മത്സ്യങ്ങളെ പിടിച്ച് ജീവിച്ചിരുന്ന സ്ത്രീകളടക്കമുള്ളവർ മിക്കവാറും പട്ടിണിയിലായി. ബീച്ചനഹള്ളി ഡാമിൽ നിന്നാണ് ഇപ്പോൾ വല്ലപ്പോഴുമെങ്കിലും മത്സ്യങ്ങൾ എത്തുന്നത്. നോക്കത്താ ദൂരത്തോളം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ പുഴയിൽ ആരെങ്കിലും വീണാലും രക്ഷപ്പെടുത്താനാവാത്ത സ്ഥിതിയായിരുന്നു പണ്ട്. എന്നാൽ ഇപ്പോൾ വേനൽ മഴ ലഭിച്ചെങ്കിലും വാ പിളർന്നു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ മാത്രമായി കബനി നദി ശോഷിച്ചു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ 48ാമത് സംസ്ഥാന വാർഷിക ജനറൽ ബോഡി മെയ് 1 കൽപ്പറ്റ ജനചന്ദ്ര സ്മാരക ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. OR കേളു MLA ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്ന് 500 പ്രതിനിധികൾ പങ്കെടുക്കും. ബാർബർ ബ്യൂട്ടീഷ്യൻസ് പ്രതിനിധിയെ ഉൾപ്പെടുത്തി ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിക്കുക, തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ വിഷയങ്ങൾ കൺവെൻഷൻ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ഈ ക്ഷേമനിധിയിൽ നിന്നും പിരിഞ്ഞിട്ടുള്ള ആളുകളുടെ പെൻഷൻ അതിപ്പോൾ കുറച്ച് 6 മാസമായി നമ്മളെ പെൻഷൻ. പുൽപ്പള്ളി മത്സ്യ മാർക്കറ്റിൽ വീണ്ടും വിവാദം പുകയുന്നു. വിഷാംശം കലർന്ന മത്സ്യം വിറ്റതായുള്ള പരാതിയിൽ 3 ദിവസത്തേക്ക് അടച്ചിട്ട മാർക്കറ്റിൽ ലൈസൻസിന് അപേക്ഷ നൽകുന്നതിന് ചിലർക്ക് മൗനാനുവാദം നൽകിയതാണ് തർക്കത്തിന് കാരണമായത്. ഇതേ തുടർന്ന് മറുവിഭാഗവും മാർക്കറ്റിൽ മത്സ്യവിൽപ്പന തുടങ്ങി. ബുധനാഴ്ച 5 മണിവരെയായിരുന്നു മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ലൈസൻസിന് അപേക്ഷ നൽകേണ്ടിയിരുന്നത്. മത്സ്യമാർക്കറ്റിൽ മത്സ്യം വിൽക്കുന്നവർ ലൈസൻസ് ക്രമങ്ങൾ പൂർത്തിയാക്കി ലൈസൻസികൾ ഓരോ സ്റ്റാളുകളായി കച്ചവടം നടത്തണമെന്നാണ് മോണിറ്ററിംഗ് കമ്മിറ്റി നിർദ്ദേശം. എന്നാൽ ഇതെല്ലാം പാലിക്കും മുമ്പ് തന്നെ ഉന്നതരുടെ ഒത്താശയോടെ മത്സ്യവിൽപ്പന ആരംഭിച്ചതാണ് തർക്കങ്ങൾക്ക് കാരണമായത്. ചില മത്സ്യവ്യാപാരികളെ പഞ്ചായത്ത് ഭരണസമിതിയിലെ ചിലർ വഴിവിട്ട് സഹായിക്കുന്നു. ചിലർക്ക് മാത്രം മത്സ്യം വിൽപ്പന നടത്താൻ അനുമതി നൽകിയത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കിടയിൽ തന്നെ തർക്കത്തിന് കാരണമായി. 3 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും ഇത് അന്വേഷിക്കാൻ ചെന്ന സാനിറ്ററി ഇൻസ്പെക്ടറെ മത്സ്യവ്യാപാരികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും അവർക്കെതിരെ നടപടിയെടുക്കാതെ മത്സ്യവ്യാപാരികളെ സഹായിക്കുന്ന തരത്തിൽ ഒരു ലൈസൻസും ഇല്ലാതെ മത്സ്യവിൽപ്പന നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയതാണ് ജീവനക്കാർക്കിടയിൽ പോലും ഭിന്നതയ്ക്ക് കാരണമായത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. സിനിമാ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ബാഹുബലി 2ാം ഭാഗം തിയേറ്ററുകളിലെത്തി. ഇന്ത്യ ഒട്ടാകെ വമ്പൻ റിലീസ് ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന് ജില്ലയിലും വൻ വരവേൽപ്പ്. കട്ടപ്പ ബാഹുബലിയെ എന്തിനു കൊന്നു? ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികൾ കാത്തിരുന്നത് 2 വർഷമാണ്. കാത്തിരിപ്പിന് വിരാമമിട്ട ബാഹുബലി 2 ഇന്ന് തിയേറ്ററുകളിലെത്തിയപ്പോൾ ജില്ലയിലും ആവേശം അണപൊട്ടി. ജില്ലയിൽ റിലീസ് ചെയ്ത തിയേറ്ററുകളെല്ലാം തന്നെ രാവിലെ പ്രേക്ഷകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ചിത്രം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ തന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രതികരണങ്ങളും പ്രവഹിച്ചു. ചിത്രം കണ്ടിറങ്ങിയവരുടെ പ്രതികരണവും വന്നു. പടം സൂപ്പർ ഹിറ്റ്. പ്രതീക്ഷ പോലെ തന്നെയാണ്. പ്രതീക്ഷയെക്കാൾ അതിഗംഭീരമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് സിനിമ? പ്രതീക്ഷ
ജില്ലയിലെ പല തിയേറ്ററുകളിലും 3 ദിവസത്തേക്ക് ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിഗംഭീരം. ഇതിൽ കുറഞ്ഞതൊന്നും ബാഹുബലിയുടെ 2ാം ഭാഗത്തിന് ചേരില്ല. എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കപ്പുറമാണ് ഈ ബ്രഹ്മാണ്ഡ ചിത്രം. എല്ലാം കൊണ്ടും തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ആവേശത്തോടെ ചിത്രം പിടിച്ചിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വയനാട് ന്യൂസ്, കൽപ്പറ്റ. മാനന്തവാടി മുനിസിപ്പാലിറ്റി 20ാം ഡിവിഷനായ വരടിമൂലയിൽ ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയിൽ വ്യാപക അഴിമതിയെന്ന് ഡിവൈഎഫ്ഐ. 10 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. 10 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ പദ്ധതിയിൽ ലക്ഷക്കണക്കിന് രൂപ കമ്മിറ്റി ചെയർമാനും കൺവീനറും കൂടി വെട്ടിച്ചെടുത്തതായി കാണിച്ച് ഡിവൈഎഫ്ഐ വരടിമൂല യൂണിറ്റ് ഭാരവാഹികൾ വിജിലൻസിന് പരാതി നൽകി. എസ്റ്റിമേറ്റ് പ്രകാരമുള്ള സാധനങ്ങൾക്ക് പകരം ഗുണനിലവാരമില്ലാത്ത പൈപ്പും പമ്പ് സെറ്റും വാട്ടർ ടാങ്കും മറ്റും സ്ഥാപിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയതെന്നും അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ജനുവരിയിൽ കമ്മീഷൻ ചെയ്യുകയും എന്നാൽ ഈ മാസമാണ് ബില്ല് മാറിയത്. ബില്ല് മാറിയപ്പോഴാണ് ഇതിൽ മനസ്സിലാക്കുന്നത് കമ്മിറ്റിയുടെ ചെയർമാനും കൺവീനറും കൂടി ഇതിൽ നിന്ന് വലിയൊരു പൈസ അവരുടെ സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോവുകയും ഇതൊരു വൻ അഴിമതി നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള പൈപ്പുകളും ടാങ്കുകളെല്ലാം വളരെ എസ്റ്റിമേറ്റ് പ്രകാരമല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വയനാട് ന്യൂസ്, മാനന്തവാടി. അഖില കേരള പൗരസ്ത്യ ഭാഷാധ്യാപക സംഘടന PBSന്റെ നേതൃത്വത്തിൽ ദ്വിദിന നേതൃത്വ പരിശീലന ക്യാമ്പിന് ബത്തേരിയിൽ തുടക്കമായി. അധ്യാപക ഭവനിൽ പരിശീലന ക്യാമ്പ് സംഘടന മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ദാമോദരൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ത്യാഗരാജൻ അധ്യക്ഷനായിരുന്നു. P. സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ, ഭാഷാധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവ ക്യാമ്പിൽ ചർച്ച ചെയ്തു. ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ കട്ടയാട് നവീകരിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനം ചെയർമാൻ CK സഹദേവൻ നിർവഹിച്ചു. മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TL സാബു അധ്യക്ഷനായിരുന്നു. കൌൺസിലർമാരായ MK സാബു, ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ഘട്ടങ്ങളിലായാണ് അംഗൻവാടി നവീകരണം പൂർത്തിയാക്കിയത്. ബ്രിഡ്ജ് ടു ലൈഫിന്റെ നേതൃത്വത്തിൽ ബത്തേരിയിൽ ഫാമിലി കൌൺസിലിംഗ് കോഴ്സ് ആരംഭിച്ചു. ശ്രേയസ് ട്രെയിനിംഗ് ഹാളിൽ നടക്കുന്ന കോഴ്സിൽ ഡോക്ടർ MM ജെയിംസ്, ഡോക്ടർ പ്രകാശ് തരിയൻ, പ്രൊഫസർ LC തരിയൻ, അഭിലാഷ് എബ്രഹാം, ആനി ജെയിംസ് തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ വായിൽ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും മാത്രമേ വരാവുള്ളൂ. ഇതിന് ഇൻബിറ്റ്വീൻ എന്നായിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ താങ്ങാൻ പറ്റത്തില്ല. നിങ്ങളുടെ നിലപാട് വളരെ സ്റ്റേൺ ആയിരിക്കണം, ഫേം ആയിരിക്കണം. ഇനി എഡിറ്റേഴ്സ് ചോയ്സ്. നാളെ അന്താരാഷ്ട്ര നൃത്തദിനം. നൃത്തത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു രാജ്യവും സ്വന്തം ബജറ്റിൽ തുക വകയിരുത്താത്ത സാഹചര്യത്തിൽ നൃത്തകലയെ പരിപോഷിപ്പിക്കുന്നതിന് 1982 യുനെസ്കോ ആണ് ഏപ്രിൽ 29 രാജ്യാന്തര നൃത്തദിനമായി പ്രഖ്യാപിച്ചത്. ഫ്രഞ്ച് ഡാൻസർ രാജ് ജോർജസ് നെവേറയുടെ ജന്മദിനം കൂടിയാണ് ഏപ്രിൽ 29. ബാല്യകൗമാരങ്ങളുടെ കുഞ്ഞുനാളുകളിൽ തന്നെ നൃത്താർച്ചന കൊണ്ട് മലയാളക്കരയുടെ ശ്രദ്ധ നേടിയ മൂലങ്കാവ് ശ്രീരാഗത്തിലെ ദേവനന്ദയെ പരിചയപ്പെടുത്തുകയാണ് നൃത്തദിനം പ്രമാണിച്ച് എഡിറ്റേഴ്സ് ചോയ്സിൽ. തയ്യാറാക്കിയത് AP ഷാജി. പതിനഞ്ച് വയസ്സിനിടയിൽ തന്നെ പുരസ്കാരങ്ങളുടെ നിറവിലാണ് മൂലങ്കാവ് ശ്രീരാഗത്തിൽ ഗോപകുമാറിന്റെയും രാജശ്രീയുടെയും 2ാമത്തെ മകളായ ദേവനന്ദ. കേരളീയ നടനമായ മോഹിനിയാട്ടത്തിന്റെ വശ്യതയും ശാസ്ത്രീയ നൃത്തമായ കുച്ചിപ്പുടിയുടെ മെയ്വഴക്കവും ഭരതനാട്യത്തിന്റെ സ്വരജതികളും വർണ്ണങ്ങളും അനായാസേന ആടിത്തിമിർത്ത് ദേവനന്ദ CBSE സംസ്ഥാന കലോത്സവത്തിൽ വയനാടിന്റെ അഭിമാനമുയർത്തി സമ്മാനങ്ങൾ നേടി. മൂന്ന് വയസ്സിൽ LKG വിദ്യാർത്ഥിയായിരിക്കെ നഴ്സറി കലോത്സവത്തിൽ കരചരണ വിന്യാസങ്ങളിൽ വൈദഗ്ധ്യം തെളിയിച്ച് കലാതിലകമായി ദേവനന്ദ. YMCAയുടെ നഴ്സറി കലോത്സവത്തിൽ തുടർച്ചയായി 2 തവണ കലാതിലകമായി. CBSE ജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായി 10 വർഷം ദേവനന്ദ മത്സരവേദിയിലെ നിറസാന്നിധ്യമാണ്.
2012 പാലായിൽ നടന്ന CBSE സംസ്ഥാന കലോത്സവത്തിൽ ഭരതനാട്യത്തിനും നാടോടി നൃത്തത്തിനും കവിതാലാപനത്തിനും ദേവനന്ദ 1ാം സ്ഥാനം നേടി. അന്നപൂർണേശ്വരിയായിടും പൃഥ്വിയെ എന്റെ പാദങ്ങളെ താങ്ങി നിർത്തിയിടുവാൻ നെഞ്ചിനുറപ്പേറുമീ. ജില്ലാ കലോത്സവങ്ങളിൽ തുടർച്ചയായി 6 വർഷം മത്സരിച്ച എല്ലാ ഇനങ്ങളിലും മികവ് പ്രകടിപ്പിച്ച് ദേവനന്ദ 1ാം സ്ഥാനക്കാരിയായി. കലാമണ്ഡലം ഉഷ, കലാക്ഷേത്രം സ്മിത, അനിൽകുമാർ എന്നിവരാണ് ദേവനന്ദയുടെ പൂർവ്വകാല ഗുരുജനങ്ങൾ. നാടോടി നൃത്തത്തിലാണ് അനിൽകുമാർ പരിശീലനം നൽകിയത്. സഹേഷിന്റെ കീഴിൽ ദേവനന്ദ ഇപ്പോഴും നൃത്താഭ്യാസം തുടരുന്നു. ദേവനന്ദയുടെ പിതാവ് ഗോപകുമാർ സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് മാനേജറും അമ്മ രാജശ്രീ വീട്ടമ്മയുമാണ്. ഒരു സഹോദരനുണ്ട് ദേവനന്ദയ്ക്ക്, ഗൗതം കൃഷ്ണ. നൃത്തച്ചുവടുകളിൽ തന്നെ സ്വയം സമർപ്പിച്ച് പഠനത്തോടൊപ്പം നർത്തനസിദ്ധി പരിപോഷിപ്പിച്ച് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ദൃഢനിശ്ചയത്തിലാണ് ദേവനന്ദ. മാതാപിതാക്കളുടെയും ഉടപ്പിറപ്പിൻ്റെയും നിർലോഭമായ പ്രോത്സാഹനം ദേവനന്ദയ്ക്ക് കാലിടറാതെ വേദികൾ കീഴടക്കാൻ ആത്മവിശ്വാസം പകരുന്നു. വന്ദിച്ചിടുന്നു ഞാൻ താതനാമഗ്നിയെ, ചുംബിച്ചിടുന്നു ഞാൻ. വയനാട് ന്യൂസ്, ചീരാൻ. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/വയനാട് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മാവോയിസ്റ്റുകളുടെ അടുത്ത ലക്ഷ്യം കേരള പോലീസ്. നിലമ്പൂർ ടൊട്ടക്കലിൽ മാവോയിസ്റ്റ് പരിശീലനം, ആക്രമണ പദ്ധതിയെന്ന് കേന്ദ്ര ആഭ്യന്തര സുരക്ഷാ വിഭാഗം. നിലമ്പൂർ, അട്ടപ്പാടി, വയനാട് വനമേഖലകളിൽ റെഡ് അലർട്ട്. വയനാട്ടിലെ ബിവറേജ് വിരുദ്ധ സമരം കർണാടക വ്യാജമദ്യ ലോബിയുടെ പ്രേരണയിൽ. കർണാടക അതിർത്തിയിൽ വിഷമദ്യ വിൽപ്പന സജീവം, ആദിവാസികൾ ഇരകൾ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വയനാട് ജില്ലാ ക്യാമ്പിന് സമാപനം. പങ്കെടുത്തത് 700 കേഡറ്റുകൾ. പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് വയനാട് SP രാജ്പാൽ മീണ. കബനി അതിർത്തി ഗ്രാമങ്ങൾക്ക് കണ്ണീർ ചാലായി. നിറവെള്ളത്തിൽ മീൻ പിടിച്ച കബനിയിൽ ഇപ്പോൾ കരിമ്പാറക്കെട്ടുകൾ മാത്രം. നിറനദി ഓർമ്മയാകുന്നു. കാത്തിരിപ്പിനൊടുവിൽ ബാഹുബലി വീണ്ടും വന്നു. വയനാട്ടിലും വമ്പൻ റിലീസ്. നാളെ അന്താരാഷ്ട്ര നൃത്തദിനം. നൃത്തത്തിന് ബാല്യകൗമാരങ്ങൾ സമർപ്പിച്ച് മൂലങ്കാവ് ശ്രീരാഗത്തിലെ ദേവനന്ദ. എഡിറ്റേഴ്സ് ചോയ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.